അടുത്ത സമയത്ത് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പം അവിടുത്തെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ സൈഡായിട്ട് അവർ ഈ ഒരു കേസരി കഴിക്കാനായിട്ട് തന്നെ, ഈ കേസരി അല്ല അവിടുത്തെ കേസരി. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ് ഇതിന്. എപ്പോൾ ഫുഡ് കഴിച്ചാലും എനിക്ക് ഈ ഒരു സാധനം കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ കണ്ടുപഠിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കേസരി എന്ന് പറയുന്ന സാധനം ഫുള്ള് നെയ്യുടെയും പഞ്ചസാരയുടെയും കളിയാണ് കേട്ടോ. അപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാനെടുത്ത് ചൂടാക്കുക, അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് റവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് അതും കൂടെ കോരി മാറ്റുക. എന്നിട്ട് നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ആ സെയിം ഗ്ലാസ്സിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2-3 ഏലക്കയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഫുഡ് കളർ ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ റവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. റവ ആഡ് ചെയ്ത് കൊടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിച്ച് ഒന്ന് എടുക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു ടൈം ആവും. അന്നേരത്തേക്ക് നമ്മൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആ നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ലൂസായിട്ട് വരും. ആ ഒരു തിക്കായിട്ടിരുന്നത് ഇങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ മധുരം കൂടിപ്പോകുമെന്ന് പേടിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കത്തുള്ളൂ. അങ്ങനെ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു 1-2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് ചൂടാറുന്നതിന് മുന്നേ തന്നെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും സംഗതി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു സംഗതി ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിളാണെന്നുള്ള കാര്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. നിങ്ങളൊരു സ്വീറ്റ് ലവർ ആണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.